ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LDC 100 Days ചലഞ്ചിന്റെ ഡേ 45 ആണ്. ഇന്ന് എന്താണ് പ്രധാനമായും പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജവംശത്തെ പറ്റിയാണ്. തിരുവിതാംകൂർ രാജവംശം അല്ലെങ്കിൽ തിരുവിതാംകൂർ ഡൈനാസ്റ്റിയെ പറ്റിയാണ് സുഹൃത്തുക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം തിരുവിതാംകൂർ രാജവംശം. ഇതിൽ നമ്മൾ മാർത്താണ്ഡവർമ്മയെ പറ്റി ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് സുഹൃത്തുക്കളെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷമുള്ള രാജാക്കന്മാരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരെ. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയാ? കാർത്തിക തിരുനാൾ രാമവർമ്മയെ പറ്റി. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം ചോദിച്ചാൽ 1758 മുതൽ 1798 വരെ ആയിരുന്നു. 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. നമുക്ക് നോക്കാം എന്തൊക്കെ പഠിക്കാനുണ്ട്. കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുത്ത രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുത്ത രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കിഴവൻ രാജ എന്നും ധർമ്മരാജ എന്നും അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. പഠിച്ചോളനെ, കിഴവൻ രാജ എന്നും ധർമ്മരാജ എന്ന പേരിലും അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. 1790 തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. 1790 തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. പഠിച്ചോളനെ, 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. മൈസൂർ പടയുടെ ആക്രമണം തടയുന്നതിനായി മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നെടുങ്കോട്ട എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്. മൈസൂർ പടയുടെ ആക്രമണം തടയുന്നതിനായിട്ട് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നെടുങ്കോട്ട ഇപ്പോ എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാളായിരുന്നു. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടക്കഥയാണ് രാജസൂയം ആട്ടക്കഥ. ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. രാജസൂയം ആട്ടക്കഥ രചിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ നമ്മുടെ ധർമ്മരാജയാണ്. പഠിക്കുക. 1762 കൊച്ചിയിലും തിരുവിതാംകൂറിലുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒത്തിരി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുത്ത രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജ എന്നും ധർമ്മരാജ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1790 തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തി തിരുവിതാംകൂർ ഭരണാധികാരിയായെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്.
മൈസൂർ പടയുടെ ആക്രമണം തടയുന്നതിനായിട്ട് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മ. നെടുങ്കോട്ട ഇപ്പോൾ തൃശൂർ ജില്ലയിലാണെന്ന് കൂടി പഠിക്കുക. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാരെന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആട്ടക്കഥയാണ് രാജസൂയം ആട്ടക്കഥ. ഏതാണ്? രാജസൂയം ആട്ടക്കഥ. അപ്പോൾ രാജസൂയം ആട്ടക്കഥ എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ രചിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 1762 കൊച്ചിയിലും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ശുചീന്ദ്രം ഉടമ്പടി എന്താണെന്നുള്ളതാണ്. ശുചീന്ദ്രം ഉടമ്പടി 1762 വർഷം മറക്കല്ലേ, 1762 ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് കൊച്ചി രാജാവായ കേരളവർമ്മ രാജാവും തിരുവിതാംകൂർ ഭരണാധികാരിയായ കാർത്തിക തിരുനാൾ രാമവർമ്മയും ചേർന്ന് നടത്തിയ ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1762. 1762 ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് കൊച്ചി രാജാവായ കേരളവർമ്മ രാജാവും തിരുവിതാംകൂർ ഭരണാധികാരിയായ കാർത്തിക തിരുനാൾ രാമവർമ്മയും ചേർന്ന് നടത്തിയ ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ശുചീന്ദ്രം ഉടമ്പടി നടന്ന വർഷം 1762. ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കൊച്ചി രാജാവായ കേരളവർമ്മ രാജാവും അതുപോലെ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള കാർത്തിക തിരുനാൾ രാമവർമ്മയുമാണ് പഠിക്കുക. ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് കൊച്ചിയുടെ ദിവാൻ പാലിയത്ത് കോമിയച്ചനായിരുന്നു. ശുചീന്ദ്രം ഉടമ്പടിയുടെ സമയത്ത് കൊച്ചിയുടെ ദിവാൻ ചോദിച്ചാൽ പാലിയത്ത് കോമിയച്ചനും തിരുവിതാംകൂറിന്റെ ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുമായിരുന്നു. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് കൊച്ചിയുടെ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ പാലിയത്ത് കോമിയച്ചനും തിരുവിതാംകൂറിന്റെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുമായിരുന്നു. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ശുചീന്ദ്രം ഉടമ്പടിയിൽ എന്തൊക്കെയാണ് എഴുതി വച്ചിരുന്നതെന്നാണ്. ശുചീന്ദ്ര ഉടമ്പടി പ്രകാരം കൊച്ചിയിൽ നിന്നും കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടെടുക്കുവാൻ തിരുവിതാംകൂർ കൊച്ചിക്ക് പിന്തുണ നൽകും. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടെടുക്കുവാൻ തിരുവിതാംകൂർ കൊച്ചിക്ക് പിന്തുണ നൽകും. സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് കൊച്ചിയെ സഹായിക്കുകയും ചെയ്യും. ഇത് രണ്ടെണ്ണമാണ് ശുചീന്ദ്രം ഉടമ്പടി പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടെടുക്കുവാൻ തിരുവിതാംകൂർ കൊച്ചിക്ക് പിന്തുണ നൽകും. സാമൂതിരിയുമായുള്ള യുദ്ധത്തിലെ തിരുവിതാംകൂർ രാജാവ് കൊച്ചിയെ സഹായിക്കുമെന്നും ശുചീന്ദ്രം ഉടമ്പടി പ്രകാരം പറയുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം. ശുചീന്ദ്രം ഉടമ്പടി എന്താണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 1762 ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് കൊച്ചി രാജാവായ കേരളവർമ്മ രാജാവും തിരുവിതാംകൂർ ഭരണാധികാരിയായ കാർത്തിക തിരുനാൾ രാമവർമ്മയും ചേർന്ന് നടത്തിയ ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശുചീന്ദ്രം ഉടമ്പടി നടത്തുന്ന സമയത്ത് കൊച്ചിയുടെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് പാലിയത്ത് കോമിയച്ചനും തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുമായിരുന്നു. ഇനി ശുചീന്ദ്രം ഉടമ്പടി പ്രകാരം കൊച്ചിയിൽ നിന്നും കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടെടുക്കുവാൻ തിരുവിതാംകൂർ കൊച്ചിക്ക് പിന്തുണ നൽകും. അതുപോലെ തന്നെ സാമൂതിരിയുമായുള്ള യുദ്ധത്തിലെ തിരുവിതാംകൂർ രാജാവ് കൊച്ചിയെ സഹായിക്കുമെന്നും ശുചീന്ദ്രം ഉടമ്പടി പ്രകാരം പറഞ്ഞിരിക്കുന്നു. ശുചീന്ദ്രം ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ സൈന്യം ക്യാപ്റ്റൻ ഡിലനോയുടെയും അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുടെയും നേതൃത്വത്തിൽ എറണാകുളത്തെത്തുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ശുചീന്ദ്രം ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ സൈന്യം ക്യാപ്റ്റൻ ഡിലനോയുടെയും അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുടെയും നേതൃത്വത്തില് എറണാകുളത്തെത്തുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ആർക്കെതിരെ? നമ്മുടെ കോഴിക്കോട് സാമൂതിരിക്കെതിരെ. 8 മാസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ വിജയിക്കുകയും ചെയ്തു. 8 മാസം നീണ്ടുനിന്ന ഈ യുദ്ധത്തില് തിരുവിതാംകൂർ വിജയിക്കുകയും ചെയ്തു. തോൽവി സമ്മതിച്ച സാമൂതിരി തിരുവിതാംകൂറുമായി സമാധാന വ്യവസ്ഥകൾ വെക്കുകയും ആലങ്ങാടും പറവൂറും തിരുവിതാംകൂറിന് സമർപ്പിക്കുകയും ചെയ്തു. തോൽവി സമ്മതിച്ച സാമൂതിരി തിരുവിതാംകൂറുമായി സമാധാന വ്യവസ്ഥകൾ വെക്കുകയും ആലങ്ങാട്, പറവൂർ എന്നീ പ്രദേശങ്ങൾ തിരുവിതാംകൂറിന് സമർപ്പിക്കുകയും ചെയ്തു. കൊച്ചിയുമായി യാതൊരുവിധ വൈരാഗ്യവും വെക്കില്ല എന്നും സാമൂതിരി ഉറപ്പ് നൽകുകയും ചെയ്തു. കൊച്ചിയുമായിട്ട് യാതൊരുവിധ വൈരാഗ്യവും വെക്കില്ല എന്നും സാമൂതിരി ഉറപ്പ് നൽകുകയും ചെയ്തു തിരുവിതാംകൂർ ഭരണാധികാരിക്ക്. ഒന്നുകൂടി പറയാം. ശുചീന്ദ്ര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ സൈന്യം ക്യാപ്റ്റൻ ഡിലനോയുടെയും അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുടെയും നേതൃത്വത്തിൽ എറണാകുളത്തെത്തുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ആർക്കെതിരെയാ യുദ്ധം ചെയ്തത്?
കോഴിക്കോട് സാമൂതിരിക്കെതിരെ. 8 മാസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ വിജയിക്കുകയും ചെയ്തു. തോൽവി സമ്മതിച്ച സാമൂതിരി തിരുവിതാംകൂറുമായി സമാധാന വ്യവസ്ഥകൾ വെക്കുകയും ആലങ്ങാട്, പറവൂർ എന്നീ പ്രദേശങ്ങള് തിരുവിതാംകൂറിന് സമർപ്പിക്കുകയും ചെയ്തു. കൊച്ചിയുമായി യാതൊരുവിധ വൈരാഗ്യവും വെക്കില്ല എന്നും സാമൂതിരി ആർക്ക് ഉറപ്പ് നൽകി? തിരുവിതാംകൂർ ഭരണാധികാരിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മൈസൂറും ധർമ്മരാജാവും തമ്മിലുള്ള ബന്ധം. മൈസൂറും ധർമ്മരാജാവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൈസൂർ രാജാക്കന്മാരായ ഹൈദരലിയും ടിപ്പു സുൽത്താനും ധർമ്മരാജയുടെ കാലഘട്ടത്തിൽ കേരളം ആക്രമിച്ചിരുന്നു. മൈസൂർ രാജാക്കന്മാരായ ഹൈദരലിയും അതുപോലെ ടിപ്പു സുൽത്താനും ധർമ്മരാജയുടെ കാലത്ത് കേരളം ആക്രമിച്ചിരുന്നു. മൈസൂർ സൈന്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി സാമൂതിരിയും കോലത്തിരിയും കൊച്ചി രാജകുടുംബവും തിരുവിതാംകൂറിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. മൈസൂർ സൈന്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് സാമൂതിരിയും കോലത്തിരിയും കൊച്ചി രാജകുടുംബവും തിരുവിതാംകൂറിൽ അഭയം തേടുകയും ചെയ്തു. അഭയാർത്ഥികളായെത്തിയ രാജാക്കന്മാർക്കും സാധാരണ ജനങ്ങൾക്കും ധാർമ്മിക ധീരതയോടെ അഭയം നൽകിയത് കൊണ്ടാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയെ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടത്. പഠിച്ചോളനെ, അഭയാർത്ഥികളായെത്തിയ രാജാക്കന്മാർക്കും സാധാരണക്കാർക്കും ധാർമ്മിക ധീരതയോടെ അഭയം നൽകിയത് കൊണ്ടാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയെ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 1789 മൈസൂർ പടയുടെ ആക്രമണത്തിൽ നിന്നും തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകളായിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. 1789 മൈസൂർ പടയുടെ ആക്രമണത്തിൽ നിന്നും തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മൈസൂർ സൈന്യവും ധർമ്മരാജാവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മൈസൂർ രാജാക്കന്മാരായ ഹൈദരലിയും ടിപ്പു സുൽത്താനും ധർമ്മരാജയുടെ കാലത്ത് കേരളം ആക്രമിച്ചിരുന്നു. മൈസൂർ സൈന്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി സാമൂതിരിയും കോലത്തിരിയും കൊച്ചി രാജകുടുംബവും തിരുവിതാംകൂറിൽ അഭയം തേടുകയും ചെയ്തു. അഭയാർത്ഥികളായെത്തിയ രാജാക്കന്മാർക്കും സാധാരണ ജനങ്ങൾക്കും ധാർമ്മിക ധീരതയോടെ അഭയം നൽകിയത് കൊണ്ട് തന്നെ കാർത്തിക തിരുനാൾ രാമവർമ്മയെ ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. 1789 മൈസൂർ പടയുടെ ആക്രമണത്തിൽ നിന്നും തിരുവിതാംകൂറിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാരിൽ നിന്നും ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയുമാണ്. മൈസൂർ പടയുടെ തിരുവിതാംകൂറിലേക്കുള്ള കയറ്റം തടയുന്നതിന് വേണ്ടി മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മൈസൂർ പടയുടെ തിരുവിതാംകൂറിലേക്കുള്ള കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. നെടുങ്കോട്ട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച വ്യക്തി ക്യാപ്റ്റൻ ഡിലനോയി. പഠിച്ചോളനെ, നെടുങ്കോട്ട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച വ്യക്തി ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി ആണ്. 1789 ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചു. 1789 ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചു. ശക്തമായ തിരുവിതാംകൂറിന്റെ പ്രതിരോധം മൂലം 1790 ആലുവ വരെ എത്തിയ ടിപ്പു സൈന്യം പിൻവാങ്ങുകയാണ് ചെയ്തത്. ശക്തമായ തിരുവിതാംകൂറിന്റെ പ്രതിരോധം മൂലം 1790 ആലുവ വരെ പിടിച്ചടക്കിയെത്തിയ ടിപ്പു സൈന്യം പിൻവാങ്ങുകയാണ് ചെയ്തത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മൈസൂർ പടയുടെ തിരുവിതാംകൂറിലേക്കുള്ള കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച വ്യക്തി ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയി ആണ്. 1789 ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചു. ശക്തമായ തിരുവിതാംകൂറിന്റെ പ്രതിരോധം മൂലം 1790 ആലുവ വരെ പിടിച്ചടക്കിയ ടിപ്പു സുൽത്താന്റെ സൈന്യം പിൻവാങ്ങുകയാണ് ചെയ്തത്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ധർമ്മരാജയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. ധർമ്മരാജയുടെ ഭരണപരിഷ്കാരങ്ങൾ. ധർമ്മരാജാവിന്റെ പ്രശസ്തരായ മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസും. ഇവർ രണ്ടുപേരെ കുറിച്ചും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക. ധർമ്മരാജാവിന്റെ പ്രശസ്തരായിട്ടുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ ദിവാൻമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസും. തിരുവിതാംകൂറിലെ നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ച ഭരണാധികാരി ധർമ്മരാജ. പഠിച്ചോളനെ, തിരുവിതാംകൂറിലെ നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ച ഭരണാധികാരി ആരാണ്? ധർമ്മരാജാവാണ്.
ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. അതായത് ധർമ്മരാജയുടെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും അതുപോലെ തന്നെ രാജ കേശവദാസും നമ്മുടെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ്. പക്ഷെ അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്. അതായത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ പരിഷ്കാരങ്ങളെന്നും രാജ കേശവദാസിന്റെ പരിഷ്കാരങ്ങളെന്നും. അതുകൊണ്ട് അവ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ ഭരണ പരിഷ്കാരങ്ങൾ. രാജ്യത്തെ തെക്കേ മുഖമെന്നും വടക്കേ മുഖമെന്നും പടിഞ്ഞാറേ മുഖമെന്നും എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി വിഭജിച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു. പഠിച്ചോളനെ, നമ്മുടെ തിരുവിതാംകൂറിനെ തെക്കേ മുഖമെന്നും വടക്കേ മുഖമെന്നും പടിഞ്ഞാറേ മുഖമെന്നും എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി വിഭജിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു. ഓരോ മേഖലയുടെയും തലപ്പത്ത് സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചതും ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. അപ്പോ രാജ്യത്തിന്, അതായത് തിരുവിതാംകൂറിനെ തെക്കേ മുഖമെന്നും വടക്കേ മുഖമെന്നും പടിഞ്ഞാറേ മുഖമെന്നും 3 റവന്യൂ മേഖലകളായി വിഭജിച്ചു. ഓരോ റവന്യൂ മേഖലകളുടെയും തലപ്പത്ത് സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. നികുതി പിരിവ് ക്രമീകരിക്കുകയും കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. നികുതി പിരിവ് ക്രമീകരിക്കുകയും കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കാൻ ഏർപ്പാട് ഉണ്ടാക്കുകയും ചെയ്തു. തിരുവിതാംകൂറിന്റെ ഭാഗമായുള്ള തരിശുഭൂമികളെല്ലാം വൻതോതിൽ കൃഷിക്ക് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. തിരുവിതാംകൂറിന്റെ ഭാഗമായുള്ള തരിശുഭൂമികളെല്ലാം വൻതോതിൽ കൃഷിക്ക് ഉപയോഗിച്ചു. വർക്കല പട്ടണത്തിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. വർക്കല പട്ടണത്തിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ദിവാൻ ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ധർമ്മരാജയുടെ ഭരണപരിഷ്കാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ധർമ്മരാജാവിന്റെ പ്രശസ്തരായ മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസും. തിരുവിതാംകൂറിലെ നികുതി വകുപ്പ് പുനഃസംഘടിപ്പിക്കുവാൻ തീരുമാനിച്ച ഭരണാധികാരി ധർമ്മരാജയാണ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ ഭരണപരിഷ്കാരങ്ങളാണ് നമ്മൾ ഇനി നോക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ? രാജ്യത്തെ തെക്കേ മുഖമെന്നും വടക്കേ മുഖമെന്നും പടിഞ്ഞാറേ മുഖമെന്നും ഇങ്ങനെ 3 റവന്യൂ ഡിവിഷൻസ് ആയിട്ട് വിഭജിച്ചു. ഓരോ മേഖലയുടെയും തലപ്പത്ത്, അതായത് ഓരോ റവന്യൂ ഡിവിഷൻ മേഖലയുടെയും തലപ്പത്ത് സർവാധികാരിക്കാർ എന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചു. നികുതി പിരിവ് ക്രമീകരിക്കുകയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. തിരുവിതാംകൂറിന്റെ ഭാഗമായുള്ള തരിശുഭൂമികളെല്ലാം വൻതോതിൽ കൃഷിക്ക് ഉപയോഗിച്ചു. വർക്കല പട്ടണത്തിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് രാജ കേശവദാസിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. രാജ കേശവദാസിന്റെ ഭരണപരിഷ്കാരങ്ങൾ. രാജ കേശവദാസിന്റെ യഥാർത്ഥ നാമം കേശവപിള്ള എന്നാണ്. രാജ കേശവദാസിന്റെ യഥാർത്ഥ നാമം കേശവപിള്ള എന്നാണ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് രാജ കേശവദാസ് ആണ്. പഠിച്ചോളനെ, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് രാജ കേശവദാസനാണ്. വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ദിവാൻ രാജ കേശവദാസനാണ്. പഠിച്ചോളനെ, വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസ് ആണ്. വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാജ കേശവദാസന്റെ യഥാർത്ഥ നാമം കേശവപിള്ള എന്നായിരുന്നു. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. ആദ്യകാലങ്ങളിൽ തിരുവിതാംകൂറിന്റെ നയതന്ത്രജ്ഞനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനായിരുന്നു. പഠിച്ചോളനെ, ആദ്യകാലങ്ങളിലെ തിരുവിതാംകൂറിന്റെ നയതന്ത്രജ്ഞനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് രാജ കേശവദാസനായിരുന്നു. 1795 തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം രാജ കേശവദാസ്. 1795 തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം രാജ കേശവദാസ് ആയിരുന്നു. കൃഷിക്കും വ്യവസായത്തിനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസ് ആണ്. കൃഷിക്കും വ്യവസായത്തിനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് രാജ കേശവദാസ് ആയിരുന്നു. ഒന്നുകൂടി പറയാം.
ആദ്യകാലങ്ങളിൽ തിരുവിതാംകൂറിലെ നയതന്ത്രജ്ഞനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ രാജാ കേശവദാസ് ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിവാൻ സ്ഥാനം സ്വീകരിക്കുന്നത്. 1795 തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം രാജാ കേശവദാസ്. കൃഷിക്കും വ്യവസായത്തിനും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ് ആണ്. പഠിക്കുക. ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി പുതിയ ഭൂമികൾ കൃഷിക്ക് ഉപയോഗപ്രദമാക്കി തീർത്തു അദ്ദേഹം. ജലസേചന സൗകര്യങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ ഭൂമികൾ കൃഷിക്ക് ഉപയോഗപ്രദമാക്കി തീർത്തു ആര്? രാജാ കേശവദാസ്. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും കയറ്റിറക്കുമതിയിലൂടെ വാണിജ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും റോഡുകളും തോടുകളും നിർമ്മിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ ദിവാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാ കേശവദാസ് ആണ്. പഠിച്ചോളെ. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കയറ്റിറക്കുമതിയിലൂടെ വാണിജ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും റോഡുകളും തോടുകളും നിർമ്മിച്ച ദിവാൻ ആരാണ്? രാജാ കേശവദാസ് ആണ്. തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജാ കേശവദാസനാണ്. തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജാ കേശവദാസനാണ്. വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുകയും അവിടെ ഒരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുകയും ചെയ്തു ആരാണ്? രാജാ കേശവദാസൻ. വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുകയും അവിടെ ഒരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുകയും ചെയ്തു ആരാണ്? രാജാ കേശവദാസൻ. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ ഭൂമികൾ കൃഷിക്ക് ഉപയോഗപ്രദമാക്കി തീർത്തു രാജാ കേശവദാസൻ. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന കർഷകർക്ക് വായ്പ നൽകുകയും നികുതി ഇനങ്ങളിൽ നിന്നും ഇളവ് നൽകുകയും ചെയ്തു അദ്ദേഹം. 1773 തിരുവിതാംകൂറിൽ സമഗ്രമായൊരു റവന്യൂ സർവേ നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ ദിവാൻ രാജാ കേശവദാസനാണ്. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും കയറ്റിറക്കുമതിയിലൂടെ വാണിജ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും റോഡുകളും തോടുകളും നിർമ്മിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് രാജാ കേശവദാസനാണ്. തുറമുഖം മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച തിരുവിതാംകൂർ ദിവാൻ രാജാ കേശവദാസൻ. വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുകയും അവിടെ ഒരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുകയും ചെയ്തത് രാജാ കേശവദാസനാണ്. പഠിക്കുക. ആലപ്പുഴ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസനാണ്. പഠിച്ചോളണേ. ആലപ്പുഴ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസനാണ്. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസൻ. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. ആലപ്പുഴ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസനാണ്. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും രാജാ കേശവദാസനാണ്. ആലപ്പുഴയിൽ തടി ഡിപ്പോ സ്ഥാപിക്കുകയും മാത്തൂത്തരകൻ എന്ന ധനികനായ ക്രിസ്ത്യൻ കച്ചവടക്കാരന് വടക്കൻ തിരുവിതാംകൂറിൽ നിന്നും ഡിപ്പോയിലേക്ക് തടി ശേഖരിച്ചു വെക്കുവാനുള്ള കുത്തക അവകാശം നൽകുകയും ചെയ്തു രാജാ കേശവദാസൻ. പഠിച്ചോളനെ. ഇങ്ങനെയുള്ള റെയർ പോയിന്റ്സ് ആണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. ആലപ്പുഴയിൽ തടി ഡിപ്പോ സ്ഥാപിക്കുകയും മാത്തൂത്തരകൻ എന്ന ധനികനായ ക്രിസ്ത്യൻ കച്ചവടക്കാരന് വടക്കൻ തിരുവിതാംകൂറിൽ നിന്നും ഡിപ്പോയിൽ തടി ശേഖരിച്ചു വെക്കുന്നതിനുള്ള കുത്തക അവകാശം നൽകുകയും ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ ചാലക്കമ്പോളം നിർമ്മിച്ചത് രാജാ കേശവദാസനാണ്. തിരുവനന്തപുരം നഗരത്തിലെ ചാലക്കമ്പോളം നിർമ്മിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജാ കേശവദാസനാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിവിടെ പഠിച്ചു. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നും ആലപ്പുഴ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് രാജാ കേശവദാസൻ. അതിനോടൊപ്പം പഠിക്കണം, തിരുവനന്തപുരം നഗരത്തിലെ ചാലക്കമ്പോളം നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് രാജാ കേശവദാസനാണ്. തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാർ എന്ന പ്രദേശം ഒരു വ്യാപാര കേന്ദ്രമാക്കി വികസിപ്പിച്ചത് രാജാ കേശവദാസൻ. തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാർ എന്ന പ്രദേശം ഒരു വ്യാപാര നഗരമാക്കി വികസിപ്പിച്ചത് രാജാ കേശവദാസനാണ്. നെയ്ത്തുകാരെയും ചായപ്പണിക്കാരെയും മറ്റു കൈത്തൊഴിലാളികളെയും കോട്ടാറിൽ എത്തിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു രാജാ കേശവദാസൻ. നെയ്ത്തുകാരെയും ചായപ്പണിക്കാരെയും, അതായത് ഈ നെയ്തു കൊണ്ടുവരുന്ന തുണികളിലെ ചായ മുക്കുന്ന അല്ലെങ്കിൽ നൂലുകളിലെ ചായ മുക്കുന്ന ചായപ്പണിക്കാരെയും മറ്റു കൈത്തൊഴിലാളികളെയും കോട്ടാറിലെത്തുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു രാജാ കേശവദാസ്. പഠിക്കുക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം രാജാ കേശവദാസനാണ് പൂർത്തിയാക്കിയത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം രാജാ കേശവദാസനാണ് പൂർത്തിയാക്കിയത്. കർണാട്ടിക് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ പ്രശസ്തമായ
കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കർണാട്ടിക് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ പ്രശസ്തമായ കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് രാജ കേശവദാസനാണ്. തിരുവിതാംകൂറിൽ പുതിയ നാണയങ്ങൾ കൊണ്ടുവന്ന ദിവാൻ രാജ കേശവദാസൻ. തിരുവിതാംകൂറിലെ പുതിയ നാണയങ്ങൾ കൊണ്ടുവന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. രാജ കേശവദാസന് രാജ എന്ന ബിരുദം നൽകിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് മോർണിംഗ്ടൺ പ്രഭു ആണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജ കേശവദാസന് രാജ എന്ന ബിരുദം നൽകിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് മോർണിംഗ്ടൺ പ്രഭു ആണ്. പഠിക്കുക, ആരാണ്? മോർണിംഗ്ടൺ പ്രഭു ആണ്. ഒന്നുകൂടി പറയാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണം രാജ കേശവദാസനാണ് പൂർത്തിയാക്കിയത്. കർണാട്ടിക് സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ പ്രശസ്തമായ കുലശേഖര മണ്ഡപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ചത് രാജ കേശവദാസനായിരുന്നു. തിരുവിതാംകൂറിൽ പുതിയ നാണയങ്ങൾ കൊണ്ടുവന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസനാണ്. രാജ കേശവദാസന് രാജ എന്ന ബിരുദം നൽകിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് മോർണിംഗ്ടൺ പ്രഭു ആണ്. ആരാണ്? മോർണിംഗ്ടൺ പ്രഭു ആണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ധർമ്മരാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സാംസ്കാരിക അഭിവൃദ്ധികളാണ്. ധർമ്മരാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക അഭിവൃദ്ധികൾ. മഹാപണ്ഡിതനും കവിയുമായിരുന്ന വ്യക്തിത്വമായിരുന്നു ധർമ്മരാജാവ്. മഹാപണ്ഡിതനും കവിയുമായിരുന്ന വ്യക്തിത്വമായിരുന്നു ധർമ്മരാജാവ്. ആട്ടക്കഥകൾ രചിക്കുന്നതിൽ പ്രശസ്തനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ധർമ്മരാജാവായിരുന്നു. ആട്ടക്കഥകൾ രചിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു ആര്? നമ്മുടെ ധർമ്മരാജാവ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ച ആട്ടക്കഥയാണ് ബാലരാമഭാരതം. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ധർമ്മരാജാവ് സംസ്കൃതത്തിൽ രചിച്ച ആട്ടക്കഥയാണ് ബാലരാമഭാരതം. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കിക്കൊണ്ട് ധർമ്മരാജാവ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കാർത്തിക തിരുനാൾ രാമവർമ്മ, സംസ്കൃതത്തിൽ രചിച്ച ആട്ടക്കഥയാണ് ബാലരാമഭാരതം. ധർമ്മരാജാവിന്റെ സദസ് അലങ്കരിച്ചിരുന്ന സാഹിത്യകാരന്മാരായിരുന്നു കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും. ഇമ്പോർട്ടന്റ് ആണ്. ധർമ്മരാജാവിന്റെ സദസ് അലങ്കരിച്ചിരുന്ന സാഹിത്യകാരന്മാരാരൊക്കെയായിരുന്നു? കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരുമായിരുന്നു. പണ്ഡിതന്മാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം പാരിതോഷികം നൽകാനും അവരെ ബഹുമാനിക്കാനും കാർത്തിക തിരുനാൾ പണ്ഡിത സദസ്സുകൾ കൃത്യമായി വിളിച്ചു ചേർത്തിരുന്നു. പഠിച്ചോളനെ. പണ്ഡിതന്മാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് പാരിതോഷികങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും അവരെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ടും കാർത്തിക തിരുനാള് പണ്ഡിത സദസ്സുകൾ കൃത്യമായി വിളിച്ചു ചേർത്തിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ധർമ്മരാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക അഭിവൃദ്ധികളാണ് നമ്മൾ പറഞ്ഞത്. മഹാപണ്ഡിതനും കവിയുമായിരുന്ന വ്യക്തിത്വമായിരുന്നു ധർമ്മരാജാവ്. അദ്ദേഹം ആട്ടക്കഥകൾ രചിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ച ആട്ടക്കഥയാണ് ബാലരാമഭാരതം. ധർമ്മരാജാവിന്റെ സദസ് അലങ്കരിച്ചിരുന്ന സാഹിത്യകാരന്മാരായിരുന്നു കുഞ്ചൻ നമ്പ്യാരും അതുപോലെ ഉണ്ണായി വാര്യരും. പണ്ഡിതന്മാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകാനും അവരെ ബഹുമാനിക്കുന്നതിനും വേണ്ടി കാർത്തിക തിരുനാൾ പണ്ഡിത സദസ്സുകൾ കൃത്യമായി വിളിച്ചു ചേർത്തിരുന്നു. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മൾ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ വ്യക്തിത്വം ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് സുഹൃത്തുക്കളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിനോടൊപ്പം തന്നെ പ്രശസ്തമായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ, അല്ലെന്നുണ്ടെങ്കിൽ ധർമ്മരാജ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി നമ്മൾ ഇവിടെ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരെ നമുക്ക് ഓരോന്നായിട്ട് ചേർത്തങ്ങ് പഠിക്കാം. ഇവർ 2 പേരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരെ സെപ്പറേറ്റ് നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ ഉണ്ട് സുഹൃത്തുക്കൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.